നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പോരാട്ടത്തിലെ FC ബാഴ്സലോണയെ PSG 2-1 പരാജയപ്പെടുത്തിയല്ലോ. അവസാന ഘട്ടത്തിൽ ഗോൺസാലോ റാമോസ് നേടിയ ഗോളാണ് PSG വിജയത്തിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ PSG ഈ കളി വിജയിക്കാൻ കാരണം റഫറിയുടെ ചില തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണ് എന്നുള്ളൊരു വിവാദവും ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ പോയിന്റുകളാണ് ബാഴ്സയെ റഫറി പറ്റിച്ചു എന്ന് പറയുന്നവർ ഉയർത്തുന്നത് എന്ന്. ഒന്നാമത്തെ കാര്യം, എറിക് ഗാർഷ്യ ഫൗൾ ചെയ്തു, അതിന് പെനാൽറ്റി കൊടുത്തില്ല. അത് കൃത്യമായ പെനാൽറ്റിയാണ്, പെനാൽറ്റി ബോക്സിൽ വെച്ച് സംഭവിച്ച കാര്യമാണ്. അതിന് പെനാൽറ്റി ബാഴ്സ അർഹിച്ചിരുന്നു, അത് കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു വാദം. രണ്ടാമത്തത് ന്യൂനോ മെൻഡസ് ലമീൻ യമാലിനെ ഫൗൾ ചെയ്യുന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ ഓൾറെഡി യെല്ലോ കാർഡായിരുന്നു ന്യൂനോ മെൻഡസ്, അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുക്കണമായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ടൊരു വാദം. അങ്ങനെയെങ്കിൽ 10 പേരായിട്ട് PSG ചുരുങ്ങുകയും ചെയ്തേനെ. എന്തായാലും ഒരു റെഡ് കാർഡ് അർഹിച്ചിരുന്നു ന്യൂനോ മെൻഡസ്, അത് റഫറി കൊടുത്തില്ല. അതോടൊപ്പം തന്നെ ആ അവസാനത്തെ ഗോള് ഓഫ് സൈഡ് ആണ് എന്നാണ് വാദിക്കുന്നത്. ഗോൺസാലോ റാമോസിലേക്ക് ആ ബോൾ അഷ്റഫ് ഹക്കീമി കൊടുക്കുന്നത് ഗോൺസാലോ റാമോസ് ആ ഒരു ഓഫ് സൈഡ് പൊസിഷനുള്ളപ്പോഴാണ് എന്ന് പറയുന്നു. പക്ഷെ നമ്മളിപ്പോൾ വാറിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വിഷ്വലിൽ കൃത്യമായിട്ട് അത് ഓഫ് സൈഡ് അല്ല. എന്നാൽ അതിനും വിശദീകരണമുണ്ട്. അവർ അതായത് വാറിൽ ഒരു മാസീവ് എററാണ് വന്നത് എന്നാണ് പറയുന്നത്. അവർ കാണിക്കുന്ന ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് ഹക്കീമിയുടെ ഫൂട്ടിൽ നിന്ന് ബോൾ പോയതിന് ശേഷമാണ്. അതായത് ഹക്കീമി അങ്ങോട്ട് പാസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ്. അപ്പോൾ റാമോസ് ഓഫ് സൈഡ് അല്ല. പക്ഷേ അറ്റ് ദി മൊമെൻറ്റ് ബോൾ ലെഫ്റ്റ് ഹക്കീമീസ് ഫൂട്ട്, ആ ഒരു ഘട്ടത്തിൽ റാമോസ് ഓഫ് സൈഡ് ആയിരുന്നു, വാറിലെ മിസ്റ്റേക്ക് പറ്റിയതാണ് എന്നാണ് ബാഴ്സയെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. എന്തായാലും ബാഴ്സയുടെ ഈ തോൽവിയിൽ റഫറി തങ്ങൾക്കെതിരെ കളിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ അവരുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും. ഏതായാലും യൂറോപ്യൻ മത്സരങ്ങളിൽ, അതായത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് പോലെയുള്ള മത്സരങ്ങളിലൊക്കെ ബാഴ്സലോണക്കെതിരെ റഫറിങ് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള വാദം. ഇപ്പോൾ നോക്കുക, ഒരു പ്രധാനപ്പെട്ട ഫുട്ബോൾ നിരീക്ഷകൻ ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട് കാറ്റലൂണിയയിൽ നിന്നുള്ള ഫുട്ബോൾ നിരീക്ഷകനാണ് അലക്സ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ സംസാരിക്കേണ്ടത് ബാഴ്സലോണയ്ക്കെതിരെ റഫറിമാർ യൂറോപ്യൻ മത്സരങ്ങളിൽ നിൽക്കുന്നു. ഇപ്പോൾ അത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. പ്രറ്റി ഒബ്വിയസ് ആണ്. ഡെലിബറേറ്റ്ലി അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ മേജർ മാച്ചസുകളിലും കഴിഞ്ഞ 5 വർഷമായിട്ട് നോക്കിയത് കാണാൻ പറ്റും. ഇത് ശരിയല്ല. എവറി സിംഗിൾ ഗെയിം നമ്മളെടുത്ത് നോക്കിയാൽ ഇത് മനസ്സിലാവും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. നിങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ എന്താണ്? നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.